ഇതിനകത്തിരിക്കുന്ന പുഴുക്കൾ കണ്ടോ? എൻ്റെ അമ്മോ, ഒരെണ്ണം കയറി കഴിഞ്ഞാൽ പിന്നെ തീർന്നു നമ്മുടെ ചെടി മൊത്തവും തിന്ന് തീർക്കും. ബ്രൂണോ, നീ എന്തിനാ എൻ്റെ പച്ചക്കറി കൃഷിക്കകത്ത് കയറിയത്? ഇതെന്താ പറയാം, എല്ലാ ഇലയും കണ്ട് ഒരേപോലെ ഇരിക്കും. ഇതെന്തുവാ? ബ്രൂണോ, ഇതെന്തോ ബ്രൂണോ? ഇത് ബ്രൂണോയ്ക്ക് അറിയാൻ വേണ്ട, പൂവൊക്കെ പിടിച്ച് നിൽക്കുന്നില്ല. എന്തോന്ന് പറയാമോടാ? മരുന്ന് പണ്ട് ക്യാരറ്റിന്റെ വിളവെടുത്ത ഓർമ്മയുണ്ടോ? ഹലോ, നമസ്കാരം. ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ ഇയർ ആണ് അല്ലേ? 2023 ആയി. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. പുതിയ വർഷത്തിൽ നമ്മൾ പുതിയ തീരുമാനമൊക്കെ എടുക്കണമെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു തീരുമാനത്തിൽ ഞാൻ നട്ട കൃഷികളൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് അപ്പം നമ്മുടെ സുബിനും മെറിനും, സുബിൻ്റെ പപ്പയും മമ്മിയും അനിയനും ഒക്കെ ഇവിടെ ഉണ്ട്, പപ്പയുണ്ട്. അപ്പം എല്ലാവർക്കും കൂടെ ഒന്ന് ആ കൃഷിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എന്താ? അപ്പം നമുക്ക് പറമ്പിലോട്ട് പോകാം. പപ്പയും മമ്മിയും കുറച്ച് നാളായിട്ട് എന്തൊക്കെയോ നട്ടു പിടിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വന്നില്ലായിരുന്നു അല്ലേ? അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് എന്തൊക്കെ നമുക്ക് നോക്കാം. മെറിന് ഇവിടുത്തെ കൃഷിയും പരിപാടിയൊക്കെ അങ്ങ് വിട്ടെന്നാ തോന്നുന്നത്. അപ്പൊ ഒന്നും കാണുകയും കേൾക്കുകയൊന്നും വേണ്ട. ഇപ്പം അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ. പിന്നെ നമുക്ക് എറണാകുളത്ത് എന്തൊക്കെ കൊണ്ടുപോക്കുമെന്ന് നോക്കാം. ടെറസിന്റെ മുകളിൽ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാം. ടെറസിന് സ്ഥലമുണ്ടോ? മുകളിൽ പോണം. അപ്പം അവർക്ക് പിന്നെ അവിടെ ചെന്നിട്ട് അല്ലേ, എറണാകുളത്തോട്ട് പോകാനായിട്ടൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ അവർ പോകും. അപ്പം ആദ്യത്തെ എന്താണ് കറി, വിഷമില്ലാത്ത പച്ചക്കറി ഇവിടുന്ന് തന്നെ അങ്ങ് ആയിക്കോട്ടെ എന്ന് കരുതാം. അപ്പം അതും നമുക്ക് വിളവെടുത്ത് അവർക്ക് കൊടുത്തോണ്ട്. എന്താ ഇപ്പം നോക്കുന്നത് ഇങ്ങനെ? അതും വേണ്ട, അതൊക്കെ എവിടെയും വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അതൊക്കെ വിളവെടുപ്പ്. ഇതാണ് ഞാൻ നട്ടേക്കുന്നത്. ഇപ്പം പിന്നെ നട്ടത് മാത്രമേ നമ്മൾ ചീനിയുടെ ഒക്കെ ഒഴുക്കിന്റെ സമയത്ത് നമ്മൾ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കുറച്ചൊക്കെ നട്ടേക്കുന്നതേ ഉള്ളായിരുന്നു. ഇപ്പൊ അതെല്ലാം കാണത്തക്ക രീതിയിൽ എല്ലാം തന്നെ പടർന്നൊക്കെ കയറിയിട്ടുണ്ട്. പപ്പ വന്നിട്ടുണ്ട്, കയറൊക്കെ കെട്ടി തന്നിട്ടുണ്ട്. എല്ലാം പടർന്നൊക്കെ പോകാണ്ട്. കണ്ടോ കയറ് കണ്ടോ കെട്ടിയേക്കുന്നത്? ഇവിടെ എല്ലാം പന്തലൊക്കെ ആക്കി. ഇനി അടുത്ത ട്രിപ്പ് നിങ്ങൾ വരുമ്പോഴത്തേക്ക് എന്തുവാ കായൊക്കെ പിടിച്ചിങ്ങനെ കിടക്കും. ആഗ്രഹം പറഞ്ഞാന്നേ. അപ്പോൾ ഇവിടെ കണ്ട ചീര കുഞ്ഞുങ്ങളെ നട്ട് വെച്ചേക്കുക. കണ്ടോ, ചീര പറിച്ച് ഇങ്ങനെ നട്ട് വെച്ചിരിക്കാം. ബന്ദി കുറച്ചുണ്ട്. ബന്ദി ചെടിയൊക്കെ നടുന്നത് നല്ലതാണ്. മഞ്ഞപ്പൂവൊക്കെ പിടിച്ചിരിക്കുമ്പോഴും കീടങ്ങളുടെ ശല്യമൊക്കെ ഒഴിവാകും. ഇവിടെ കുറച്ച് പച്ചമുളക് നട്ടിട്ടുണ്ട്, പിന്നെ ചീരയുണ്ട്. ഇവിടെ ഇങ്ങനെ തക്കാളി നട്ടിട്ടുണ്ട്. കുറേ തക്കാളിയുണ്ട്. തക്കാളിക്കകത്തൊക്കെ പൂക്കളൊക്കെ വരാൻ തുടങ്ങി. കണ്ടോ, പൂ നിൽക്കുന്നുണ്ടോ? നമ്മളിനി എത്ര നട്ടാലും എത്ര വർഷം കൊണ്ടേ നടുന്നത്, എന്നാലും പുതുതായിട്ടൊരു ചെടിക്കകത്ത് പൂവും കായും ഒക്കെ വരുമ്പം അതൊരു പ്രത്യേക സന്തോഷം. അതിൽ കണ്ടോ ഇപ്പം കണ്ടോ? കണ്ടോ സുവിനെ? കണ്ടോ പൂക്കളൊക്കെ നിൽക്കുന്നുണ്ടോ? ഇതിനെല്ലാം വിടർന്ന് നല്ല തക്കാളിയായിട്ട് വരും. അവിടെയൊക്കെ കൊണ്ട് പൂ പിടിച്ച് നല്ലതുപോലെ വിടർന്ന് നിൽപ്പുണ്ട്. ഇനി അടുത്ത ആഴ്ചകൾ 15-ാം തീയതിയൊക്കെ വരുമ്പോഴത്തേക്ക് തക്കാളിയൊക്കെ ആയി നിൽക്കും. നേരം പറയും എന്തോന്ന്? ആണോ പടവലാണോ? തോന്നുന്നു പടവലം തന്നെയാണ്. നീളം പടവലാണ് ഇത് നല്ലതുപോലെ പടർന്ന് കയറി വരുന്നുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുഴുവായിക്കോളൂ. ഇതിനകത്ത് ഒരിലയിലോട്ട് കയറി കഴിഞ്ഞാൽ മതി. പിന്നെ ബാക്കിയുള്ള ഇലയൊക്കെ എപ്പം തീർന്നെന്ന് ചോദിച്ചാൽ മതി. അത്ര ടേസ്റ്റാണെന്ന് തോന്നുന്നു പുഴുവിന് ഇത് കഴിച്ചു തീർക്കാൻ. ഇതിനകത്ത് കണ്ട പൂക്കളമൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാത്തിനും പൂക്കളൊക്കെ ഇങ്ങനെ ഇനിയിപ്പം പെട്ടെന്ന് അങ്ങ് ആയിക്കോളും. പന്തലിവിടെ പന്തലെന്ന് പറയാനൊക്കത്തില്ല. ഇവിടെ കിട്ടിയ കമ്പും കയറും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി. പിന്നെ പപ്പ ഇന്നലെ വന്നിട്ട് കയറൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് ഇവിടെ എല്ലാം മരിഞ്ഞു പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം കുറച്ച് വേറെ രീതിയിലല്ലേ ചെയ്തത്? ഇവിടെ കുറേ സ്ഥലം എപ്പോഴും ഈ കപ്പയൊക്കെ അല്ലേ നടന്നത്. കുറേ എലി കൊണ്ടുപോകും. പിന്നെ കഴിക്കാനും അത്രയൊന്നും നമുക്ക് വേണ്ടല്ലോ. അപ്പം പച്ചക്കറി ആകുമ്പോൾ നമുക്ക് ഡെയിലി വേണ്ടുന്ന സാധനമല്ലേ. അപ്പം അതല്ലേ നല്ലത്. തക്കാളി ഇവിടെ ഇല്ല എല്ലാം ടെറസിലൊക്കെ അല്ലായിരുന്നോ? അപ്പം എന്തായാലും പറമ്പിലോട്ട് കൊണ്ടുവന്നിട്ട് നല്ല വെയിൽ കിട്ടുന്ന കുറച്ച് സ്ഥലം എടുത്തിട്ട് കുറച്ച് കൃഷിയൊക്കെ ചെയ്യാനായിരുന്നു. ഇപ്രാവശ്യം മറ്റേ നമ്മുടെ
എന്തായിരുന്നു വെള്ളം പോകുന്ന രീതി വേറൊരു രീതിയില്ലേ? എന്താണ് രാവിലെ നനച്ച് നമ്മൾ നേരത്തെ ഇത് കാണിച്ചിട്ടുള്ളതാ, പണ്ട് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് നല്ലതാട്ടോ. വെള്ളമൊക്കെ ഒരുമാതിരി എല്ലാ സ്ഥലത്തും ഒക്കെ പറ്റുന്നുണ്ട്. പറ്റാത്ത സ്ഥലത്ത് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. ഇതിനകത്തിരിക്കുന്ന പുഴുക്കൾ കണ്ടോ? എൻ്റെ അമ്മോ, ഇത് ഒരെണ്ണം കയറി കഴിഞ്ഞാൽ പിന്നെ തീർന്ന് നമ്മുടെ ചെടി മൊത്തവും തിന്ന് തീർക്കും. എന്ത് ചെയ്യാൻ പറ്റും ഇതെല്ലാം? മറ്റേ ഇനി ഇതിനകത്ത് ജൈവ കീടനാശിനി എല്ലാം തളിച്ചു കൊടുക്കണം. വിവേറിയ തളിച്ചു കൊടുത്താൽ മതി. അടുപ്പിച്ച് 3 ദിവസവും കൂടെ അടിച്ചു കൊടുക്കണം. കാണുന്നതിനെ അപ്പോഴേ അങ്ങ് കൊല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇതെന്തോന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും പറയാമോ എന്തോന്നോ? പീച്ചിലല്ല, ഇതാണ് നീളം ചുരയ്ക്ക. അതിൻ്റെ ഇല കണ്ട മത്തൻ്റെ വലുപ്പം ഉണ്ടായിരുന്നു. സാധനം ഇത്ര എന്ത് നാശമാണ് കാണിക്കുന്നു. ഇത് എവിടെ നിന്ന് ഇപ്പൊ ഉണ്ടായി ഒരു അതൊരു ഇതൊക്കെ വന്നിട്ട് അതിന്റെ മണം കണ്ടോണ്ടങ്ങ് പോകും. വെള്ളത്തിനെ കയ്യോടെ കൊന്നിട്ടുണ്ടെങ്കിൽ നശിപ്പിച്ചു കളയും ഇതെല്ലാം. 4 മൂട് ചുരയ്ക്ക അവിടെ നട്ടിട്ടുണ്ട്. 4 നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. എപ്പോഴും നമുക്ക് ഇനി എത്രമാത്രം തരുമെന്നൊക്കെ ഉള്ളത് പുറകാലെ കണ്ടറിയാം. നല്ല വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്തായതുകൊണ്ടായിരിക്കും നല്ലതുപോലെ വളർന്നു വന്നിട്ടുണ്ട്. ഡാ ബ്രൂണോ, നീ എന്തിനാ എൻ്റെ പച്ചക്കറി കൃഷിക്കകത്ത് കയറിയത്? ഡാ ബ്രൂണോ, എന്താ ഇത് എന്തിനാണ് കയറിയത്? എല്ലാം നശിപ്പിക്കാനുണ്ട്. പപ്പയോട് എത്ര പറഞ്ഞാലും അവനെ ഇതിനകത്തൂടെ ഒന്ന് കൊണ്ട് നടത്തിച്ചെങ്കിലേ പപ്പയ്ക്ക് സമാധാനമുള്ളൂ. അവന് ഇച്ചിരി ഉപ്പുവെള്ളമൊക്കെ അവിടെ എവിടെയൊക്കെ ഒന്ന് തളിച്ച് പോകണം അവന്. ഇത് കണ്ടോ, ഇതെന്തോന്നറിയാമോ? ആരാ പറയുന്നേ? പറഞ്ഞോ എന്തോന്ന് പറ. നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാകുന്ന സാധനമല്ലേ ഇത്? പീച്ചില്, നീളം പീച്ചിലായി പിടിച്ചു വരുന്നത്. അപ്പം അതിനകത്തൊക്കെ കണ്ട കാ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കാ പിടിച്ചു, ഇവിടെ കാ പിടിച്ചു, ഇവിടെ കായ് വരുന്നുണ്ട്. ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അങ്ങ് പിടിച്ചോളും. അപ്പോൾ ഇതിനിടയ്ക്കാണ്ട് ഇത് കണ്ടോ മരുന്നെ, ഇതൊരു പുതിയ ഇനം വെണ്ടയാണ്. ഇവിടെ നേരത്തെ ഉണ്ട് കസ്തൂരി വെണ്ട. ഇവിടെ 3-4 മൂട് അത് നട്ടിട്ടുണ്ട്. പിന്നെ അത് അപ്പുറത്ത് അതെന്തോന്നറിയാമോ? സ്ഥിരമുള്ള സംഭവം അവിടെ. ഏതാ ഇതെന്തോന്നറിയാമോ? നിത്യവഴുതന. ഉണ്ടോ? അതിനകത്ത് പൂക്കളൊക്കെ വരാൻ തുടങ്ങി. അതിനെ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടത്തെ നേരത്തെ നിന്നതിന്റെ വിത്ത് വീണതാ അവിടെ. നിത്യമുണ്ട്. ഇങ്ങനെ പടന്ന് കയറി അങ്ങ് ഇഷ്ടം പോലെ പൊക്കോളൂ. കഴിക്കാനൊക്കെ അതിന് ഇഷ്ടം പോലെ അങ്ങ് ഉണ്ടായിക്കോളൂ. അങ്ങ് ഇപ്പോഴേ പൂക്കളൊക്കെ വരാൻ തുടങ്ങി. ഇതെന്താ പറയാമോ? എല്ലാ ഇലയും കണ്ട് ഒരേപോലെ ഇരിക്കും. ഇതെന്തുവാ? അയ്യോ എനിക്ക് വയ്യ. ഇതെന്തോ ഇത്? വെറും പറയാം. മത്തന പറഞ്ഞു കൊടുത്തോണ്ട് മത്തൻ്റെ ഇലക്കകത്ത് വേണ്ട പുഴുക്കൾ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അത് 4 ഗ്രോ ബാഗിനകത്ത് മത്തം നട്ടു വെച്ചിരിക്കുകയാണ്. അത് ഇനി വേണ്ട പടർന്ന വള്ളിയൊക്കെ വീശാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിലത്ത് തന്നെ അങ്ങ് പടർത്തത്തേ ഉള്ളൂ ഇതിനെ. ഇതെന്തോ നട്ടേക്കുന്നേ? വെണ്ടയ്ക്ക. ഇതിനകത്ത് സൽക്കീർത്തി വെണ്ടയുണ്ട്, കൊമ്പൻ വെണ്ടയുണ്ട്, അഞ്ചിത വെണ്ടയുണ്ട്. ഇതിങ്ങനെ കുറച്ച് നട്ടിട്ടുണ്ട് വെണ്ടയൊക്കെ. ഏതാ ഇത് പറ. ഒരു പപ്പയ്ക്ക് അറിയാം കാര്യങ്ങളൊക്കെ. അണ്ട അമരയ്ക്ക പിടിക്കാൻ തുടങ്ങാണ്ടേ. കണ്ടോ, നിലത്തിരിക്കുന്നതേ ഉള്ളൂ. കണ്ടോ അമരയ്ക്ക പിടിക്കുന്നുണ്ടോ? കണ്ടോ, ഇതും കണ്ടോ? ക്യാമറ കാണുന്നുണ്ടോടാ? കണ്ടോ അമരക്കുട്ടികൾ ആയി തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും വലുതായിട്ടില്ലായിരുന്നു. ഭയങ്കര പൊക്കമായിരുന്നു. എന്തോരം വലുതായിരുന്നു. എന്താണ്ട് ഇവിടെ നോക്കിയാൽ നമ്മുടെ കുഞ്ഞു വെണ്ടയ്ക്കകത്ത് പൂ പിടിച്ചു കണ്ടോ? ഇതുണ്ടോ അതിന്?
അപ്പോൾ നമ്മുടെ കുഞ്ഞ് വെണ്ടയ്ക്കകത്താണ് അവിടെ പൂ പിടിക്കാൻ തുടങ്ങി. ഇപ്പം പലരും ചോദിക്കാറുണ്ട് കുഞ്ഞ് പരുവത്തിൽ വരുമ്പോൾ നുള്ളി കളയാറുണ്ടോ എന്ന്. ഞാനങ്ങ് നുള്ളി കളയത്തൊന്നുമില്ല, അതവിടെ നിന്ന് പിടിച്ചോട്ടെ എന്നായിരുന്നു. അവിടെ ആയിക്കട്ടെ എന്നായിരുന്നു. ആദ്യത്തെ പൂവിനെ നമ്മൾ എന്തിനാണ് നുള്ളി കളയുന്നേ? പിന്നെ ആണ്ട് ഇനി അടുത്ത് ഇത് തന്നെ കേട്ടോ അമ്മരെ ഉണ്ടോ, വലിയ വലിപ്പമൊന്നും കാണത്തില്ല ആദ്യം പിടിക്കുന്നതിന്. എല്ലാത്തിലും ഉണ്ടല്ലേ ഉണ്ട്. അതുകൊണ്ട് 4 ഗ്രോ ബാഗിനകത്ത് ബ്രൊക്കോളി നട്ടിട്ടുണ്ട്, 4 ഗ്രോ ബാഗിനകത്ത് കോളിഫ്ലവർ ഉണ്ട്, 4-5 ക്യാബേജ് ഉണ്ട്. അപ്പം അവിടെയൊക്കെ ഇരുന്നതിന് എല്ലായിടത്തും ഒരു ലൈനായിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുക. പർപ്പിൾ ക്യാബേജ് നട്ടില്ല. പർപ്പിൾ ക്യാബേജ് നട്ടില്ല. അപ്പം പിന്നെ കുറച്ച് നമ്മുടെ മുറ്റത്ത് വലുതായിട്ട് ക്യാബേജ് ആയി ഇങ്ങനെ വരുന്ന നിപ്പുണ്ട്. ഇത് അതിന് ശേഷം നട്ടതായത്. അങ്ങനെ എല്ലാം അധികമില്ല, കുറേശ്ശെ ഒരു 5-6 സെൻറ്റ് വസ്തു എടുത്തിട്ട് അതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്നതായ പച്ചക്കറികൾ. അപ്പോൾ ഒരുപാടായാൽ നമുക്ക് കഴിച്ചു തീർക്കണം, പിന്നെ വിറ്റൊന്നും നമുക്ക് കൊണ്ട് പറ്റത്തൊന്നുമില്ല. എല്ലാം ഉണ്ട്. പലതരത്തിലുള്ള മുളക്, ഉണ്ടമുളകുണ്ട്, കാന്താരിയുണ്ട്, നീളൻ മുളകുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ വഴുതന, ആ ഭാഗത്ത് വഴുതന നട്ടിട്ടുണ്ട്, വെണ്ടയ്ക്ക, തക്കാളി, പടവലം, പാവൽ, പിന്നെന്താണ് പീച്ചിൽ, നിത്യവഴുതന എല്ലാം നട്ടിട്ടുണ്ട്. ചുരയ്ക്ക ഒക്കെയാണ്. കുറച്ച് കോളിഫ്ലവർ നിലത്ത് നട്ടേക്കുന്നതാണ് ഇത്. കണ്ടോ ഇവിടെയൊക്കെ വെണ്ടയ്ക്ക പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ വെണ്ടയാണ് ഇതൊക്കെ. ലൈൻ ഒക്കെ നട്ടിട്ടുണ്ട്. എന്താ ആഫ്രിക്കൻ മല്ലി. ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലി നേരത്തെ ഉള്ളതാണ്. ഇപ്പം കുറച്ച് എണ്ണത്തിന് എടുത്ത് ഇവിടെ കൊണ്ട് നട്ട് വെച്ചിരിക്കുക. അവിടെ നമ്മുടെ വെള്ള 4 മണി. ഇപ്പം കുറച്ച് ചെടികളും കൂടെയൊക്കെ നമ്മുടെ ഈ പച്ചക്കറി കൃഷിയുടെ ഇടയ്ക്ക് നടുന്നത് ഏറ്റവും നല്ലതാണ്. പലതരത്തിലുള്ള പൂക്കളമൊക്കെ നിൽക്കുമ്പോഴേ, പ്രത്യേകിച്ച് ഈ മഞ്ഞപ്പൂക്കൾ, ബന്ദിപ്പൂക്കളൊക്കെ നിൽക്കുമ്പോൾ കീടങ്ങളെയൊക്കെ അവരുടെ അടുത്തോട്ടങ്ങ് പൊക്കോളും. നമ്മുടെ പച്ചക്കറി കൃഷിയെ ആക്രമിക്കത്തില്ല. ബ്രൂണോ, ഇതെന്തോ ബ്രൂണോ? ഇത് ബ്രൂണോയ്ക്ക് അറിയാൻ വേണ്ട പൂവൊക്കെ പിടിച്ച് നിൽക്കുന്നില്ല. എന്തോന്ന് പറയാമോടാ? മണപ്പിച്ച് നോക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ എന്തോന്ന്. അറിയാമോ നിനക്ക്? മെറിനറിയാമോ അതെന്തോന്ന്? അമര ഗ്രേസ് ഒന്നുമല്ല. സുബിനറിയാമോ? സുജിത്തിനറിയാമോ എന്തോന്ന്? അല്ല, ഇതാണ് കുറ്റി ബീൻസ്. കണ്ട ബീൻസ്, നമ്മുടെ ബീൻസ് ഇല്ലേ, ബീൻസിലോട്ട് കുറ്റിയായിട്ട് നിന്നിട്ട് ഇതിനകത്ത് ബീൻസ് ഇടും. ഞങ്ങളുടെ പൂക്കളൊക്കെ വരാൻ തുടങ്ങി. അത് ഞാനിവിടെ ഒരു 3 ഗ്രോ ബാഗിനകത്ത് നട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയും കുറച്ച് പീച്ചിൽ നട്ടിട്ടുണ്ട്. ഗ്രോ ബാഗിനകത്ത് 5 ഗ്രോ ബാഗിനകത്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇന്നലെ പപ്പ ഇവിടെ എല്ലാം കയറ് കെട്ടി തന്നു. അപ്പോൾ അതിനകത്തോട്ടെല്ലാം ഇങ്ങനെ വിട്ട് ഇങ്ങനെ കിടക്കുന്നതിനെയൊക്കെ നമ്മൾ ഈ കയറിനകത്തോട്ട് ചുറ്റി കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് പടർന്ന് കയറി പൊക്കോളും. അതുകൊണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ വളർന്ന് വരുന്നുണ്ട്. എല്ലാം നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇങ്ങനെ കയറെ ചുറ്റി ഇങ്ങനെ കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് പടർന്ന് പന്തലിച്ച് നമുക്ക് ഇഷ്ടംപോലെ കായൊക്കെ പിടിച്ചോളും. ഇത് നല്ല ആരോഗ്യത്തോടെ വരുന്നുണ്ട്. ഞാൻ ചാണകമൊക്കെ കലക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ വളർച്ച. അപ്പം എല്ലാവരും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണം കേട്ടോ. എല്ലാത്തിൻ്റെ ഒരു 3-4 എണ്ണമെങ്കിലും ഇങ്ങനെ നട്ടുപിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. 1-2 നടുമ്പോൾ നമുക്ക് എപ്പോഴും 1-2 ഒക്കെ കഴിക്കുമ്പോൾ അങ്ങ് മടുക്കും അല്ലേ പറഞ്ഞേ? അപ്പം വേറെയൊക്കെ ആകുമ്പോൾ രസമല്ലേ? ഇന്ന് നമ്മൾ പീച്ചിലാണെങ്കിൽ നാളെ ചുരയ്ക്കാക്കറി, നാളെ മറ്റന്നാൾ നിത്യവഴുതന കറി, അങ്ങനെ ഓരോ ദിവസവും ഓരോ കറികൾ കൂട്ടാനായിട്ട് കഴിയണം. നമ്മുടെ പറമ്പിൽ അത്യാവശ്യം കൃഷികളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എന്തോ വേണം പറഞ്ഞേ? ഇനി നമുക്ക് പയർ വെച്ചാകുമ്പോൾ എന്താ, ഞാൻ ഒന്ന് വീടിൻ്റെ അപ്പുറത്തോട്ടാ, ഞാൻ അങ്ങോട്ട് പോകാം. ഇത് കൊള്ളാമല്ലോ. എന്ത് രസമുണ്ട് കാണാൻ. ക്രിസ്തുമസിനും ന്യൂ ഇയറിനും ഒക്കെ വേണ്ടിയിട്ട് എന്തായാലും ആ സമയമായപ്പോൾ അങ്ങ് പിടിച്ചു കേട്ടോ. അതിന് മുമ്പേ നട്ടിരുന്നായിരുന്നു. എന്തായാലും ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ പൂക്കളാണ്. എന്ത് രസമാണ് കാണാനല്ലേ, ഇടിവിട്ട് കളറ്. അതിനിടയ്ക്കൂടെ കോഴിവാലും പൂക്കളും രണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് നല്ല ഭംഗി. അമ്മ നേരത്തെ പറഞ്ഞായിരുന്നു മമ്മി ഇവിടെ ക്യാബേജ് ഒക്കെ ഇവിടെ ഇവിടുത്തെയാണ് കുറച്ചുകൂടെ ആരോഗ്യത്തോടെ നിൽക്കുന്നത്. അതെ, ഇത് ആദ്യമേ നട്ടതായത്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഹെഡൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്നറിയാമോ? ഇത് സുജിത്തോടെ പറയും എന്താന്നുള്ളത്. മല്ലിയില. മല്ലിയിലാണോ?
ഇത് കേട്ടോ, അറിയാമോ? ക്യാരറ്റ്. ക്യാരറ്റാ? ആ, അത് നമുക്ക് ഇവിടെ തണുപ്പത്തല്ലേ പിടിക്കത്തുള്ളൂ സാധാരണ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനും മെറിനൊക്കെ വിളവെടുത്തതായത് വെച്ച ക്യാരറ്റ്. എല്ലാ വർഷവും നമ്മൾ ട്രൈ ചെയ്യും. ഇങ്ങനെ ഗ്രോ ബാഗിൽ നിർത്തിയാൽ മതിയോ? അപ്പം അതിന്റെ നീളം ഒത്തിരി ആവും. അതിനകത്ത് അതിനനുസരിച്ച് മണ്ണ് നിറച്ചേക്കുന്നത്, ചകിരിച്ചോറും കുറച്ച് മണ്ണും വളവും എല്ലാം കൂടെ ഒക്കെ ആയിട്ട്, കരിയിലയും. മെറിന് പണ്ട് ക്യാരറ്റിന്റെ വിളവെടുത്ത ഓർമ്മയുണ്ടോ? അതിനെ കഴിച്ചൂടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം നോക്കാം, വിളവെടുക്കാൻ വരണം കേട്ടാ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പിടിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തു അല്ലേ? അപ്പം എല്ലാവരും ഇതൊക്കെ നട്ടു പിടിപ്പിക്കുന്നുണ്ട്, കുറേ പേര്. എന്താണ് കോളിഫ്ലവർ, ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെ നമ്മുടെ നാട്ടിൽ പിടിക്കും. കുറേ പേര് നട്ടു പിടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. എന്തോ ഇതാണ് നമ്മളുടെ കോവയ്ക്ക. എന്തോരം കോവയ്ക്ക പിച്ചിക്കൊണ്ടിരുന്ന അല്ലയോ? പുറത്ത് നമ്മൾ സ്റ്റെയർ കെട്ടിയപ്പോഴത്തേക്ക് നമ്മുടെ കോവലെല്ലാം പോയി. എല്ലാം പോയി. അപ്പം പിന്നെ വീണ്ടും പിടിപ്പിച്ച് കൊണ്ടുവരികയാണ്. അത്യാവശ്യം കായക്കനത്ത് പിടിച്ചു വരുന്നുണ്ട്. കണ്ടോ കോവയ്ക്ക നിൽക്കുന്നത്? കൂടുതൽ ഇതിനകത്ത് കണ്ട ആൺപൂവാണ് ഉണ്ടാവുന്നത്. അതെങ്ങനെ അറിയും? ഇതിനകത്ത് കാ കാണത്തില്ല. കണ്ടോ കണ്ടോ ഇങ്ങനെ നിൽക്കും. അത് ആൺപൂവാണ്, വിളവ് കുറവായിരിക്കും. അതല്ല, ഇത് പെൺപൂവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കായോട് കൂടിയാണ് വരുന്നത്. അതൊക്കെ കായോട് കൂടി വന്നതാണ്. ഇതിങ്ങനെ ഇതിനകത്ത് എന്താണെന്ന് അറിയത്തില്ല, കൂടുതൽ ഇങ്ങനെ ആൺപൂവാണ് ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ പയറിൻ്റെ വിളവെടുപ്പാണ്. എത്ര മാത്രം പയർ ഇതിനകത്തുനിന്ന് വിളവെടുത്തെന്നറിയാമോ? ഇഷ്ടംപോലെ പയർ ഇട്ടേട്ടോ. അപ്പം അതിന് പറിച്ച വെളുപ്പെടുപ്പായിക്കോ. ഇത് കൊണ്ടുപോയിട്ട് ഫ്ലാറ്റിൽ ചെന്നിട്ട് ആദ്യത്തെ തോരൻ വെപ്പ് പയർ കൊണ്ട് തന്നെ അങ്ങായിക്കോ. നാടൻ വിഭവം. പയർ തോരൻ, പയർ മെഴുക്ക് വരട്ടി. ഒരാഴ്ചത്തേക്ക് പയറായി. ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. ഈ മൂത്തതൊക്കെ പയർ കൊഴിച്ചിട്ടാൽ മതി കേട്ടോ. പറിച്ചോ പറിച്ചോ. കൊറേ വീഡിയോയിൽ നമ്മൾ പയറിന്റെ വെള്ളം എടുത്തല്ലേ. അതാ, ഈ പയർ കൃഷി ചെയ്യാത്തവരൊക്കെ ഒന്ന് പയർ കൃഷി ചെയ്യണം കേട്ടോ. എന്നിട്ട് ഈ നീറുറുമ്പിനെയും കൂടെ കയറ്റി വേണം. തത്തയുടെ ആക്രമണം ഉണ്ടാവത്തില്ല. നീറുറുമ്പ് കാണാത്തവർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഇതേപോലെ ഓടുകൂട്ടി സ്പെഷ്യലി ഞങ്ങൾ ഇവിടെ കൂട് വിസർ എന്നാ ഇതിനെ അവിടെ ഒക്കെ പറയുന്നത്. വിസർ വിസർ അല്ലേ? മിഷർ എന്ന് പറയാം. ഉണ്ടാക്കി കൊടുത്ത് ഇവരെല്ലാം നല്ല ലാവിഷ് ആയിട്ട് ഇവിടെ ജീവിക്കുകയാണ്. അവരുണ്ടാക്കിയതല്ലേ? ഉണ്ടാക്കിക്കോളൂ. അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ മുന്നൊന്നുമില്ല. അതെ, ചാരം കൊണ്ടുള്ളൊരു വളപ്രയോഗമൊക്കെ ചെയ്തിരുന്നു. ഇപ്പം എല്ലാവരും അത് ചെയ്യണം കേട്ടോ. സുഖം കൊണ്ട് കൈ ഇടുന്നുണ്ട്. ഇനിയിപ്പോ എല്ലാം കൂടെ തുള്ളിങ്ങ് വരും. ഇത്രയും അവസാനമായിട്ടും അല്ലേ, ചെടി തന്നെ പറിച്ച് കളയാനുള്ള സമയമായെങ്കിലും പിന്നെയും പിന്നെയും നാണ്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. അപ്പം അത് മെറിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇത്രയും പിടിച്ചത്. ഒരാഴ്ചത്തേക്ക് കഴിക്കാനുണ്ടോ? ഒരാഴ്ച അല്ല, പിന്നെ ഇടയ്ക്ക് വരണേ. രാത്രിയിലൊക്കെ ഫുഡ് കഴിക്കാൻ മെറിന്റെ സ്പെഷ്യൽ ഉണ്ടായിരിക്കും. മെറിന്റെ സ്പെഷ്യലൊക്കെ ഉണ്ടായി. സുബിന്റെ വയറെല്ലാം നേരെയായി എന്ന് പറഞ്ഞു കഴിയുമ്പോ ഞാൻ എത്താം കേട്ടോ. ഒരാഴ്ച നോക്കട്ടെ സുബിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ. മെറിന്റെ ഫുഡ് വെപ്പ് വെച്ചിട്ട് സുബിന്റെ അവസ്ഥയൊക്കെ കണ്ട് ഒരാഴ്ച കഴിഞ്ഞ് സുബിനൊക്കെ ഒന്ന് നേരെയായി നമുക്ക് വരാം. എന്നിട്ട് വേണം ഞങ്ങൾക്കും വരാന്. എല്ലാരോടും എന്നാ വരുന്നത്? ഞങ്ങൾ വരുന്നുണ്ട്. സർപ്രൈസ് ആയിട്ട് ഞങ്ങളങ്ങ് വരും അല്ലേ സൂസ?